നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലും അർജൻറ്റീനയും തമ്മിലുള്ള കളി വരുമോ? അതിനുള്ള അരങ്ങൊരുങ്ങുന്നു എന്ന് വേണം പറയാൻ. രണ്ട് ടീമും ഒരു കോമ്പറ്റിറ്റീവ് ടൂർണമെൻറ്റിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് നമ്മൾ കോപ്പ അമേരിക്കയിലൊക്കെയാണ് അവസാനമായിട്ട് കണ്ടത്. കിടലിൽ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നെയ്മർ ജൂനിയർ മിന്നിക്കത്തിയൊരു കോപ്പ അമേരിക്ക 2021. അന്ന് പക്ഷേ ഫൈനലിൽ വിജയിച്ചത് അർജൻറ്റീനയായിരുന്നു. പിന്നെ വേൾഡ് കപ്പ് ക്വാളിഫയറിലൊക്കെ അവർ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. ടൂർണമെൻറ്റിൻ്റെ സെമിയോ ഫൈനലോ വേൾഡ് കപ്പിൻ്റെ ഫൈനലാണെങ്കിൽ എങ്ങനെ ഇരിക്കും? പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ രണ്ട് ടീമുകളും മുന്നോട്ട് പ്രോഗ്രസ് ചെയ്താൽ അവർ വേൾഡ് കപ്പിൻ്റെ ഒരേ പാത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഫൈനലിന് മുമ്പ് തന്നെ ഏറ്റുമുട്ടും. സെമി ഫൈനലിൽ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അതെങ്ങനെയാണ്, ഏത് രൂപത്തിൽ പ്രോഗ്രസ് ചെയ്താലാണ് സംഭവിക്കുക നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. രണ്ട് ടീമും അവരവരുടെ റൗണ്ട് ഓഫ് 32, റൗണ്ട് ഓഫ് 16, ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ വിജയിച്ച് കയറിയാൽ പരസ്പരം സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം സംജാതമാവും. അതായത് അർജൻറ്റീന ഇപ്പോൾ ഓൾറെഡി അൾജീരിയക്കെതിരെ 3-0 വിജയം നേടി, ഓസ്ട്രിയക്കെതിരെ 2-0 വിജയം നേടി. അവരുടെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഒരു റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചു കഴിഞ്ഞു. അവരുടെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് അവർ ഫിനിഷ് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ജോർദനാണ് അവരുടെ അടുത്ത എതിരാളി. അത് അവർ പരാജയപ്പെടുത്തും. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താൽ ഗ്രൂപ്പ് എച്ചിൽ നിന്നുള്ള 2-ാം സ്ഥാനക്കാർക്കെതിരെയാണ് അവർക്ക് കളിക്കാനുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് എച്ചിൽ നിന്നുള്ള 2-ാം സ്ഥാനക്കാർ അതാരുമാകാം എന്നുള്ളതാണ് ഇപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഗ്രൂപ്പ് എച്ചിൽ സ്പെയിനും ഉറുഗ്വായും കേപ്പ് വെർദയും സൗദി അറേബ്യയുമാണുള്ളത്. 2 കളി 4 പോയിൻറ്റോടെ സ്പെയിൻ 1-ാമതാണെങ്കിൽ 2 കളി 2 പോയിൻറ്റോടെ ഉറുഗ്വായ് 2-ാമതും 2 കളി 2 പോയിൻറ്റുള്ള കേപ്പ് വെർദ 3-ാമതും സൗദി അറേബ്യ 1 പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തും സംഭവിക്കാം. അടുത്ത കളി സ്പെയിൻ ഉറുഗ്വായ് കളിയാണ്. സ്പെയിൻ എങ്ങാനും തോറ്റാൽ ഉറുഗ്വായ് 1-ാമതാവും, സ്പെയിൻ 2-ാമതാവും. അപ്പോൾ 2-ാമതുള്ള സ്പെയിനിനെതിരെ ഒരു ഏറ്റുമുട്ടൽ സംഭവിക്കാം അർജൻറ്റീന. അതല്ല, കേപ്പ് വെർദെ സൗദി അറേബ്യ തോൽപ്പിച്ച കേപ്പ് വെർദക്ക് 5 പോയിൻറ്റും സ്പെയിൻ ഉറുഗ്വായോട് തോറ്റിട്ടുണ്ടെങ്കിൽ സ്പെയിന് 4 പോയിൻ്റായിട്ട് സ്പെയിന് 3-ാം സ്ഥാനത്ത് പോവാം. അപ്പോൾ എന്തും പോസിബിളാണ്. ചിലപ്പോൾ അർജൻറ്റീനയ്ക്കെതിരെ സ്പെയിൻ വരാം, അല്ലെങ്കിൽ ഉറുഗ്വായ് വരാം, അല്ലെങ്കിൽ കേപ്പ് വെർദെ വരാം. ഇങ്ങനെ എന്ത് സാധ്യതയും തുറന്നിടപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരോട് ഏറ്റുമുട്ടിയാലും അവർ അർജൻറ്റീന റൗണ്ട് ഓഫ് 32 കടന്ന് മുന്നോട്ട് പോകും എന്ന് വേണമെങ്കിൽ കരുതാം. അത് കഴിഞ്ഞ് ബാക്കി റൗണ്ട് ഓഫ് 16ഉം ക്വാർട്ടർ ഫൈനൽസും കടന്ന് അവർ സെമിയിലേക്ക് എത്തിയെന്ന് നോക്കുക. മറുഭാഗത്ത് കാർലോ അഞ്ചലോട്ടിയുടെ ടീം ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 1-1 സമനില മൊറോക്കോയോട് പിടിച്ചുകൊണ്ട് തുടങ്ങിയ ടീം ഹെയ്ത്തിക്കെതിരെയും സ്കോട്ട്ലൻഡിനെതിരെയും 3 ഗോളുകൾ വീതം അടിച്ചുകൊണ്ട് വിജയിച്ച് കയറുകയായിരുന്നു. അവർക്കും മൊറോക്കോക്കും ഒരേ പോയിൻ്റാണ് ഗ്രൂപ്പ് കിട്ടിയതെങ്കിലും ഗോൾ ഡിഫറൻസിൻ്റെ ആനുകൂല്യത്തിൽ ബ്രസീൽ 1-ാമത് തന്നെ ഫിനിഷ് ചെയ്തു. ഇനി ബ്രസീലിൻ്റെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത് ഗ്രൂപ്പ് എഫിലെ ടീമാണ്. അത് ഇന്ന് തീരുമാനമാകും ആരാണ് എതിരാളികൾ എന്ന്. നെതർലൻഡ്സോ സ്വീഡനോ ജപ്പാനോ വരാനാണ് സാധ്യത. ടുണീഷ്യ ആ ഗ്രൂപ്പിൽ നിന്ന് എലിമിനേറ്റഡ് ആണ്. അപ്പം അതിലുള്ള ടീമിനെ ബ്രസീൽ പരാജയപ്പെടുത്തി പറഞ്ഞ പോലെ ക്വാർട്ടർ ഫൈനൽ, റൗണ്ട് ഓഫ് 16ഉം ക്വാർട്ടർ ഫൈനലും ഒക്കെ കടന്നു വന്നാൽ പിന്നെ സെമി ഫൈനലിൽ ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന പോരാട്ടത്തിന് കളമൊരുങ്ങുകയായി. വേൾഡ് കപ്പിൻ്റെ സെമി അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന് ഓർത്ത് നോക്കിക്കേ. വല്ലാത്തൊരു പോരായിരിക്കില്ലേ അത്? ആര് ജയിക്കുന്നതൊക്കെ നമുക്ക് അപ്പോഴത്തെ ഘട്ടത്തിലെ ടീമിൻ്റെ ഫോം വെച്ചേ പറയാൻ പറ്റൂ. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ല. ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ എന്ത് ഇതുവരെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് റെക്കോർഡിക്കലായിട്ടുള്ള കണക്ക് മാത്രം, അൺഒഫീഷ്യൽ കണക്കുകൾ വേറെ ഉണ്ടാവും. ഒഫീഷ്യൽ മാച്ചസിൻ്റെ കണക്ക് 106 മത്സരങ്ങൾ ഈ രണ്ട് ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ 41 വിജയങ്ങൾ അർജൻറ്റീനയ്ക്കും 39 വിജയങ്ങൾ ബ്രസീലിനുമാണ്. ഇപ്പോൾ ഒരു സ്ലൈറ്റസ്റ്റ് എഡ്ജ് ഏതായാലും സമീപകാലത്തെ മികച്ച പ്രകടനത്തിലൂടെ അർജൻറ്റീന സ്വന്തമാക്കിയിട്ടുണ്ട്. ബ്രസീലിനെതിരെ 160 ഗോളുകൾ അർജൻറ്റീന അടിച്ചിട്ടുണ്ട്. മറുപടിയായിട്ട് ബ്രസീൽ 155 ഗോളുകളാണ് അർജൻറ്റീനയുടെ വലയിലേക്ക് അടിച്ചത്. സോ അർജൻറ്റീനയ്ക്കാണ് അക്കാര്യത്തിൽ മുൻതൂക്കം. 26 മത്സരങ്ങൾ ഡ്രോ ആവുകയായിരുന്നു. അവസാനമായി ബ്രസീലും അർജൻറ്റീനയും ഏറ്റുമുട്ടിയ 5 മത്സരങ്ങൾ നമ്മൾ നോക്കിയാൽ ഏറ്റവും ഒടുവിൽ ബ്രസീലും അർജൻറ്റീനയും ഏറ്റുമുട്ടിയത് സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 2025 മാർച്ച് 25-നാണ്. അന്ന് ബ്രസീൽ അർജൻറ്റീനയെ ബ്യൂണസ് അയേഴ്സിലിട്ട് തകർത്തങ്ങ് തരിപ്പണമാക്കി 4-1 വിജയം നേടി. റാഫീനിയുടെ വെല്ലുവിളിയും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതിനു മുമ്പ് അവർ ഏറ്റുമുട്ടുന്നത് സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തന്നെയാണ്. റിയോ ഡി ജനീറോയിൽ വെച്ച് 2023 നവംബർ 22-നായിരുന്നു ആ കളി. ഏകപക്ഷീയമായൊരു ഗോളിന് അർജൻറ്റീന വിജയിച്ചു. അതിനു മുമ്പ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് സൗത്ത് അമേരിക്കൻ ക്വാളിഫയറിലാണ്. അതായത് 1-16-2021
അത് 2022 വേൾഡ് കപ്പിനുള്ള ആ ഒരു ഏറ്റുമുട്ടലായിരുന്നു. അന്ന് സാൻ ജുവാനിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോൾ ഗോൾ രഹിത സമനിലയായിരുന്നു. അതിനു മുമ്പ് 7/10/2021 റിയോ ഡി ജനീറോയിൽ വെച്ച് കോപ്പ അമേരിക്കയുടെ ഫൈനൽ അവർ ഏറ്റുമുട്ടി. അന്ന് 1-0 വിജയം അർജൻറ്റീനക്കായിരുന്നു. അതിന് മുമ്പ് നമ്മൾ പറയുകയാണെങ്കിൽ 2019 15/11/2019 ഏറ്റുമുട്ടിയപ്പോൾ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി അർജൻറ്റീന 1-0 റിയാദിൽ വെച്ച് ബ്രസീലിനെ പരാജയപ്പെടുത്തി. ചുരുക്കത്തിൽ ഈ കണക്കുകളൊക്കെ നോക്കിയാൽ സമീപകാലത്തെ ഒരു ആധിപത്യം വളരെ കൃത്യമായിട്ട് അർജൻറ്റീനക്കാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ബ്രസീൽ ഇപ്പോൾ അവസാനത്തെ 5 കളികൾ എടുത്ത് നോക്കിയാൽ ബ്രസീൽ ഒരിക്കൽ പോലും അർജൻറ്റീനയെ പരാജയപ്പെടുത്തിയിട്ടില്ല. ആകെ പറയാനുള്ളത് ഈ 5 കളികളിൽ നിന്നുള്ള ഒരേ ഒരു സമനിലയാണ് എന്ന കാര്യം കൂടി നോക്കുക. ചുരുക്കത്തിൽ ബ്രസീലിനെതിരെ നല്ല ആധിപത്യം അർജൻറ്റീനയ്ക്ക് ഈ സമീപകാലത്തുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.